ക്രിസ്മസിന്റെ അന്ന് രാവിലെ മിക്ക വീട്ടുകളിലും പാലപ്പവും ചിക്കൻ സ്റ്റൂ അല്ല ബീഫ് സ്റ്റൂ ഒക്കെ ആയിരിക്കും. അപ്പൊ ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു ഫിഷ് കറി ഉണ്ടാക്കിയാലോ? അത് നെല്ലിക്ക വെച്ച ഫിഷ് കറി. അപ്പൊ ഒട്ടും സമയം കളയേണ്ട, വേഗം വീഡിയോയിലേക്ക് പോവാം. മീൻകറി എപ്പോഴും നല്ല മൺചട്ടി വെക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വന്ന ശേഷം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കണം. ഉലുവ കൂടിപ്പോയത്, കൂടിപ്പോയി കഴിഞ്ഞാൽ കഴിക്കും. പിന്നെ അതിലേക്ക് ചെറിയ ചുവന്നുള്ളി നെടുവേ കീറിയതും, പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നല്ല എരിവുള്ള പച്ചമുളക് ഒരു 4 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് നേരം ഇങ്ങനെ വഴറ്റേണ്ട കാര്യമില്ല. ഒന്ന് കളറൊക്കെ ചേഞ്ച് ആയി ഒരു ലൈറ്റ് ബ്രൗൺ നിറം ആവുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഒരു സവോള ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവോള മതി, വലുതാണെന്നുണ്ടെങ്കിൽ പകുതി മതിയാവും. എന്നിട്ട് അത് നന്നായിട്ട് വഴന്ന് വരുന്നിടം വരെ വഴറ്റിയെടുക്കാം. സവോളയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്നിടം വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പൊ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ നമ്മൾ ആദ്യം നല്ല എരിവുള്ള പച്ചമുളക് ചേർത്തേക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴന്നു വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം 1 കപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളകിന്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇനിയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സാധനം, അതായത് നമ്മുടെ നെല്ലിക്ക. അത് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുത്തേക്കണം. ഇതാണ് നമ്മൾ പുളിക്ക് വേണ്ടി ചേർത്തേക്കുന്നത്. ഇത് കൂടാതെ നമ്മൾ ഒരു ചെറിയ കഷ്ണം തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. ഈ തക്കാളിക്ക് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ പച്ച മാങ്ങ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാന്നാണ്. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ തക്കാളി ഇടുന്നത്. ഇനി ഇതെല്ലാം നന്നായിട്ട് തിളച്ചു വരുമ്പോൾ വേണം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാളാഞ്ചിയാണ് എടുത്തേക്കുന്നത്. 1 കിലോ കാളാഞ്ചിയാണ്. ഇനി നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ഇതേ രീതിയിൽ തന്നെ വെക്കാവുന്നതാണ്. നമ്മൾ പാലപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ ഇതൊരു നല്ല കോമ്പിനേഷൻ ആണ്. കാരണം നമ്മൾ ഈ സ്റ്റൂ ഒക്കെ വെക്കുന്നതിലും കൂടുതൽ ടേസ്റ്റ് ആണ് ഈ കറി വെക്കുന്നത്. അപ്പം നിങ്ങൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ നെല്ലിക്ക വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് എങ്കിലും വേവിച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ മീൻകറി ഇവിടെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1-ാം പാലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യരുത്. ഇതുപോലൊന്ന് ചുറ്റിച്ചു കൊടുക്കേ ചെയ്യാവുള്ളൂ. കാരണം നമ്മൾ മീനൊക്കെ വെന്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്ന സമയത്ത് പൊടിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ചും കാളാഞ്ചിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകും. ഇനി ഉപ്പ് പോരാൻ തോന്നുവാണെങ്കിൽ ഈ സമയം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ ഇളക്കരുത്. ഇതുപോലൊന്ന് ചുറ്റിച്ചു കൊടുക്കുക മാത്രമേ ചെയ്യാവുള്ളൂ. ഇപ്പൊ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാലും നെല്ലിക്കയൊക്കെ വെച്ച നല്ല അടിപൊളി മീൻകറി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പം എല്ലാവരും ഈ ക്രിസ്മസിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഇടിയപ്പത്തിനും അപ്പത്തിനും ഒക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷൻ ആണ്. നമ്മൾ എപ്പോഴും ചിക്കൻ സ്റ്റൂവും ബീഫ് സ്റ്റൂ ഒക്കെ വെക്കാതെ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടാം. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.